സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുൻപെടുത്ത നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശന വിധിയെ എതിർക്കാനും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കണമെന്ന നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും എന്ന് വ്യക്തമായിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച 2019 സത്യവാങ്മൂലം തിരുത്താനാണ് ബോർഡിന്റെ ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് വിശദമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. അതായത് സുപ്രീം കോടതി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ അന്നത്തെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു സത്യവാങ്മൂലം നൽകിയിരുന്നത്. അത് തിരുത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്നത് വ്യക്തമാകുന്നു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാട്. മാർച്ച് 15-നകം ബന്ധപ്പെട്ട കക്ഷികളോടെല്ലാം ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നത് അറിയിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇതിൽ സർക്കാരിന് ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരുമെന്ന്. ആ നിലപാടിൽ ഇന്ന് കൂടിയാലോചനകൾക്ക് ശേഷം ദേവസ്വം ബോർഡ് വ്യക്തത വരുത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ ബോർഡ് അറിയിക്കാൻ പോകുന്നത് യുവതീ പ്രവേശനം വേണ്ട എന്നതാണ്. അതായത് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ്. ഇന്നത്തെ യോഗത്തിലാണ് അത്തരമൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. വിശ്വാസികളൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ മതി എന്നതാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം. 2018 യുവതീ പ്രവേശന വിധിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്തുണയ്ക്കില്ല എന്നതും തീരുമാനമായിരിക്കുന്നു. ഈ തീരുമാനം സുപ്രീം കോടതിയെ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ എതിർക്കുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. കാലാകാലങ്ങളായി നിലവിലുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച ആചാരങ്ങൾ നിലനിർത്തുക എന്നതാണ് ബോർഡിന്റെ അഭിപ്രായം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ ആ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിന്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മളെ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുള്ള റെസൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 2 റെസൊല്യൂഷനും ഇന്ന് ബോർഡ് എടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ആചാര സംരക്ഷണം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നത്. ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് മുതൽ തന്നെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബോർഡ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് മുൻപേ മുതൽ ഇതേ നിലപാടാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു 2020 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാനുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട്. അതിനെ സാധൂകരിക്കുന്ന വാദങ്ങൾ അന്ന് നിരത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മലക്കം മറിയുന്ന നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റം കൂടിയാണ്. ഇനി ഔദ്യോഗികമായി സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ വലിയ ചർച്ചയാകും. അത് ഒരു പ്രചരണ വിഷയം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവിടെ സർക്കാരും നിലപാട് മാറ്റുന്നതിന്റെ ആദ്യപടിയാണോ ദേവസ്വം ബോർഡിന്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നിലപാട് എന്നത് വലിയ കൗതുകമുണർത്തുന്നതാണ്. എന്തായാലും വിധി പുനഃപരിശോധിക്കണം എന്നതിലേക്കാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാട് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.